നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 569ആയി ഉയർന്നു. 1735 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് വിവരം. ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖബീസി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. ലെബനനിൽ സമ്പൂർണ്ണ അധിനിവേശത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതോടെ യുദ്ധഭീതിയിലാണ് ലോകം. യുഎസിന് പിന്നാലെ പൗരന്മാർ ഉടൻ ലെബനൻ വിടാനും ബ്രിട്ടൻ നിർദ്ദേശിച്ചു. സംഘർഷം ചർച്ച ചെയ്യാൻ UN അടിയന്തര രക്ഷാസമിതി ഇന്ന് യോഗം ചേരും. അതേസമയം ഇസ്രായേലിന്റെ ഓരോ ആക്രമണത്തിനും മറുപടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. വടക്കൻ മെഡിറ്ററേനിയൻ തീരത്തെ ഇസ്രായേൽ നേവൽ കമാൻഡോ യൂണിറ്റിന്റെ ആസ്ഥാനമായ അറ്റ്ലിറ്റ് നാവികതാവളം ആക്രമിച്ചതായി ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇസ്രായേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ള. ലെബനനിൽ കൂട്ടപലായനവും തുടരുന്നു. സംഘർഷം കണക്കിലെടുത്ത് വടക്കൻ ഇസ്രായേലിലെ സ്കൂളുകൾ അടച്ചു. അന്താരാഷ്ട്ര എയർലൈനുകൾ സർവീസുകൾ റദ്ദാക്കി. സംഘർഷം നിർത്തണമെന്ന് ഈജിപ്ത്, തുർക്കി, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. നിരവധി ലോക നേതാക്കൾ തങ്ങളുടെ UN ജനറൽ അസംബ്ലി പ്രസംഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു.